400 വർഷങ്ങൾക്ക് മുമ്പ് ബോസ്നിയ ഭരിച്ചിരുന്ന തുർക്കിക്കാർ ഇവിടെ ഇസ്ലാം മതം അവതരിപ്പിക്കുകയും പിന്നീട് മുസ്ലിങ്ങൾ വമ്പിച്ച ജനസംഖ്യാ വർധനവുണ്ടാക്കുകയും ചെയ്തു. ഇപ്പോൾ ബോസ്നിയയിൽ 50% മുസ്ലിങ്ങളും 44% ക്രിസ്ത്യാനികളുമാണ് ഉള്ളത്. ബോസ്നിയയിലെ എല്ലാ മുസ്ലിങ്ങളും ബോസ്നിയാക്ക് വംശത്തിൽപ്പെട്ടവരാണ്. സുന്നി, സലഫി തുടങ്ങിയ വിഭാഗീയതകൾ ബോസ്നിയയിൽ ആദ്യകാലം മുതലേ ഉണ്ടായിരുന്നില്ല. നോൺ ഡിനോമിനേഷണൽ മുസ്ലിങ്ങളാണ് 54%, അതായത് പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിലും പെടാത്തവരാണ്. എങ്കിലും 38% ആളുകൾ സുന്നികളാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ചെറിയൊരു സൂഫി കമ്മ്യൂണിറ്റി സെൻട്രൽ ബോസ്നിയ ഭാഗത്ത് താമസിക്കുന്നുണ്ട്. അതുപോലെ ചെറിയൊരെണ്ണം ഷിയാക്കളും ഇവിടെയുണ്ട്. ബോസ്നിയയിലുള്ള മുസ്ലിം പള്ളികൾ കൂടുതലും തുർക്കിക്കാർ ഭരിച്ചിരുന്ന കാലത്ത് ഉണ്ടാക്കിയവയാണ്. മിക്കവാറും എല്ലാ പള്ളികൾക്കും ഒരു സിംഗിൾ മിനാറട്ടും ഒരു സെൻട്രൽ പ്രയർ ഹാളും ഉണ്ടാകും. അതിനു പുറമെ പ്രയർ ഹാളിന് ചുറ്റുഭാഗത്തുമായി ഓപ്പൺ ഫയറുകളും ഉണ്ടാക്കാറുണ്ട്. യൂറോപ്പിന്റെ പല ഭാഗങ്ങളും തുർക്കിക്കാർ ഭരിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഈ മുസ്ലിങ്ങളെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയോ യൂറോപ്പിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്തു. എന്നാൽ ബോസ്നിയയിലെ മുസ്ലിങ്ങൾ അവിടെ തന്നെ താമസിക്കുകയും തുടർച്ചയായ ഒരു ഇസ്ലാമിക സംസ്കാരം ബോസ്നിയയിൽ വളർന്നു വരികയും ചെയ്തു. ബോസ്നിയ യുഗോസ്ലാവിയയുടെ ഭാഗമായിരുന്നപ്പോൾ ഇസ്ലാം മത വിശ്വാസം സെർബിയക്കാർ നിരുത്സാഹപ്പെടുത്തുകയുണ്ടായി. യുഗോസ്ലാവിയയിലെ ഒരു ചെറിയ സംസ്ഥാനമായിരുന്നു ബോസ്നിയ. എന്നാൽ സെർബിയയായിരുന്നു ഏറ്റവും വലിയ സംസ്ഥാനം. അതുകൊണ്ട് മുസ്ലിം സംസ്കാരം അടിച്ചമർത്തുവാൻ സെർബിയക്കാർ ആഗ്രഹിച്ചു. 4000-ലധികം പള്ളികൾ ഉണ്ടായിരുന്നതിൽ ഭൂരിഭാഗവും സെർബിയക്കാർ നശിപ്പിച്ചു. ഇപ്പോൾ ബോസ്നിയയിൽ കാണുന്ന മനോഹരമായ പള്ളികളൊക്കെ യുദ്ധം കഴിഞ്ഞ ശേഷം സൗദി അറേബ്യയുടെ സഹായത്തോടെ പുനർനിർമ്മിച്ചവയാണ്. സൗദി അറേബ്യ പള്ളികൾ ഉണ്ടാക്കുന്നതിന് പുറമെ ബോസ്നിയയിൽ സലഫി ആദർശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നൊരു പരാതിയുണ്ട്. ബോസ്നിയയിലെ ജനങ്ങൾ പൊതുവെ പരമ്പരാഗതമായ രീതിയിലുള്ള ഒരു പ്രത്യേക വിശ്വാസ സമ്പ്രദായമാണ് പിന്തുടർന്നു വരുന്നത്. എന്നാൽ സലഫി ഇസ്ലാം അവരുടെ മേലെ അടിച്ചേൽപ്പിക്കുവാനുള്ള നീക്കങ്ങൾ ബോസ്നിയക്കാരെ തീവ്രവാദികളായി ചിത്രീകരിക്കുവാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തങ്ങളുടെ ചരിത്രപരമായ വിശ്വാസ രീതികൾ ഉപേക്ഷിക്കുവാനോ സലഫി ഇസ്ലാം സ്വീകരിക്കുവാനോ ഇതുവരെ ബോസ്നിയക്കാർ തയ്യാറായിട്ടില്ല. സലഫികളോട് എതിർപ്പ് കാണിക്കുന്നവരിൽ കൂടുതലും ബോസ്നിയയിലെ സൂഫികളാണ്. ശക്തമായൊരു സൂഫി പാരമ്പര്യം ഈ രാജ്യത്തിലുണ്ട്. പല സൂഫി തരീക്കത്തുകളും ബോസ്നിയയിൽ സജീവമായി പ്രവർത്തിക്കുന്നു. ബോസ്നിയയിലെ മുസ്ലിങ്ങളിൽ 30% കൃത്യമായി നിസ്കരിക്കുന്നവരാണ്. ഒരിക്കലും നിസ്കരിക്കാത്തവർ 14% ഉണ്ടാകുമെന്ന് അമേരിക്ക അടിസ്ഥാനമായ പ്യൂ റിസർച്ച് സെന്റർ കണക്കാക്കുന്നു. ചില ബോസ്നിയൻ മുനിസിപ്പാലിറ്റികളിൽ മുസ്ലിങ്ങൾക്ക് പൂർണ്ണമായ ഭൂരിപക്ഷമുണ്ട്. ബ്യൂസിം മുനിസിപ്പാലിറ്റിയിൽ 99%-ലധികം മുസ്ലിങ്ങളാണ്. അതുപോലെ ടീകാക് മുനിസിപ്പാലിറ്റിയിലും ഇത്രയും മുസ്ലിങ്ങളുണ്ട്. എങ്കിലും മറ്റു പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾക്ക് മതപരമായ ആചാരങ്ങൾ കുറവാണ്. കൊല്ലത്തിൽ 2 തവണയാണ് പലരും പള്ളിയിൽ പോകുന്നത്, ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും. അതുപോലെ റമദാൻ മാസത്തിലും കൃത്യമായി നോമ്പ് നോക്കുന്നില്ലെങ്കിലും മതപരമായ ചടങ്ങുകൾ നടത്താറുണ്ട്. കല്യാണങ്ങളും മരണങ്ങളും ഉണ്ടാകുമ്പോൾ ഇസ്ലാമിക രീതിയിലാണ് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത്. ബോസ്നിയയിലെ മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് അണിയാൻ ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ ഹിജാബ് അണിയുന്ന പെൺകുട്ടികളെ കാണാറുണ്ട്. പള്ളിയിൽ പോകുമ്പോൾ എപ്പോഴും ഷാള് കൊണ്ട് തലമറക്കുന്നത് ബോസ്നിയക്കാരുടെ ഒരു രീതിയാണ്. ബോസ്നിയയിലെ മുസ്ലിങ്ങൾക്ക് ഒരു കേന്ദ്രീകൃത സംഘടനയുണ്ട്. ദി ഇസ്ലാമിക് കമ്മ്യൂണിറ്റി ഓഫ് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന എന്നാണ് ഈ സംഘടനയുടെ പേര്. കേരളത്തിലെ പോലെ 2 സുന്നി ഗ്രൂപ്പുകളും 4 മുജാഹിദ് ഗ്രൂപ്പുകളും മറ്റനേകം ഉപവിഭാഗങ്ങളും ബോസ്നിയയിലില്ല. ഈ രാജ്യത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും സംഘടിച്ചിരിക്കുന്നത് ദ ഇസ്ലാമിക് കമ്മ്യൂണിറ്റി ഓഫ് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന എന്ന ദേശീയ സംഘടനയുടെ കീഴിലാണ്. യൂറോപ്പിന്റെ തെക്ക് ഭാഗത്ത് 35 ലക്ഷം ജനങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു കൊച്ചു രാജ്യമാണ് ബോസ്നിയ. ഇന്ത്യയുടെ 8 ഇരട്ടിയാണ് ആളോഹരി വരുമാനം. സെർബിയക്കും ക്രൊയേഷ്യക്കും ഇടയിലാണ് ബോസ്നിയയുടെ സ്ഥാനം. ബോസ്നിയയിലെ മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചപ്പോൾ സെർബിയ അവരെ ആക്രമിക്കുകയും 60,000-ഓളം ബോസ്നിയൻ പടയാളികൾ കൊല്ലപ്പെടുകയും ചെയ്തു. ബോസ്നിയയിലുള്ള മുഴുവൻ ആളുകളെയും കൊലപ്പെടുത്തുകയും ഈ സംസ്ഥാനം പിടിച്ചെടുക്കുകയും ആയിരുന്നു സെർബിയയുടെ ഉദ്ദേശം.
എന്നാൽ ആ സമയത്ത് അമേരിക്കയുടെ രാഷ്ട്രപതിയായിരുന്ന ബിൽ ക്ലിന്റൺ മുസ്ലിങ്ങളുടെ സഹായത്തിനെത്തുകയും സെർബിയയിൽ ബോംബിടുകയും ചെയ്തു. അതോടുകൂടി സെർബിയ കീഴടങ്ങുകയും ബോസ്നിയ ഒരു രാജ്യമായി അംഗീകരിക്കുകയും ചെയ്തു. ഇപ്പോഴും ബോസ്നിയയിലെ മുസ്ലിങ്ങൾക്ക് അള്ളാഹുവും മുഹമ്മദ് നബിയും കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ബിൽ ക്ലിന്റൺ തന്നെയാണ്. രാഷ്ട്രപതി ബിൽ ക്ലിന്റന്റെ സ്മരണക്കായി ഒരു റോഡ് തന്നെ ബോസ്നിയയുടെ തലസ്ഥാനത്ത് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു രാജ്യമാണ് ബോസ്നിയ. ഒരു വർഷം 9 ലക്ഷം ടൂറിസ്റ്റുകൾ ഈ കൊച്ചു രാജ്യം കാണുവാൻ വരുന്നു. കൂടുതലും ഇക്കോ ടൂറിസവും ട്രക്കിംഗ് ആൻഡ് ഹൈക്കിങ്ങുമാണ് ഇവിടെ ടൂറിസ്റ്റുകൾക്കിടയിൽ പോപ്പുലർ ആയിട്ടുള്ളത്. പ്രകൃതി ഭംഗിക്ക് പേരുകേട്ട ഒരു രാജ്യമായി ബോസ്നിയയെ നാഷണൽ ജിയോഗ്രഫിക് മാഗസിൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ബോസ്നിയയുടെ തലസ്ഥാനമായ സരയേവോയിൽ 5 ലക്ഷം ജനങ്ങൾ താമസിക്കുന്നു. ടൂറിസ്റ്റുകൾ സരയേവോയിൽ വരുന്നത് തുർക്കിക്കാരുണ്ടാക്കിയ ജലധാരകളും ജമാഅത്ത് പള്ളികളും കാണുവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇവിടെ ഒരു ഒളിമ്പിക് മ്യൂസിയവും ഉണ്ട്. സരയേവോ നഗരത്തിലെ കാക്കും പാക്കും റെസ്റ്റോറൻറ്റ് വളരെ പോപ്പുലറായ ഒരു ഈറ്ററിയാണ്. അതുപോലെ കപ്പിച്ചിനോ റെസ്റ്റോറൻറ്റ് ടൂറിസ്റ്റുകൾക്കിടയിൽ പോപ്പുലറായി മാറിയിട്ടുണ്ട്. ബോസ്നിയ കാണാൻ ആഗ്രഹിക്കുന്ന ടൂറിസ്റ്റുകൾ ഹാരിസ് യൂത്ത് ഹോസ്റ്റലിൽ താമസിക്കുന്നു. ഹോട്ടലുകളിൽ താമസിക്കുന്നതിനേക്കാൾ കൂടുതൽ സോഷ്യലൈസ് ചെയ്യാനുള്ള അവസരങ്ങൾ യൂത്ത് ഹോസ്റ്റലുകളിലാണ് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ടൂറിസ്റ്റുകൾ ഏറെക്കുറെ ഹോട്ടലിന്റെ പകുതിയോളം ചെലവ് വരുന്ന ഹോസ്റ്റലുകളിൽ താമസിക്കുവാൻ താല്പര്യം കാണിക്കുന്നത്. മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് അടുത്ത കാലത്തായി ബോസ്നിയയിലേക്ക് ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്.